നായനാർ മന്ത്രിസഭയുടെ കാലത്ത് അഡ്വക്കേറ്റ് ജനറലായിരുന്ന എം.കെ. ദാമോദരൻ മുല്ലപ്പെരിയാർ കേസ് സുപ്രീം കോടതിയിൽ നടത്തിയതിൽ ഒട്ടേറെ കള്ളക്കളികൾ നടത്തിയെന്നാരോപിക്കുന്ന പുസ്തകം പുറത്തിറങ്ങി. മാധ്യമപ്രവർത്തകൻ ബി.സി. ജോജോ എഴുതിയ മുല്ലപ്പെരിയാറിലേക്ക് വീണ്ടും എന്ന ഇ-ബുക്കിലാണ് ഈ ആരോപണങ്ങൾ. മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ പുസ്തകമാണ് മുല്ലപ്പെരിയാറിലേക്ക് വീണ്ടുമെന്ന ഈ ബുക്ക്. മുല്ലപ്പെരിയാർ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് തമിഴ്നാട് വെള്ളമൂറ്റുന്നതിനെക്കുറിച്ചുള്ള വസ്തുതകൾ ആദ്യമായി പുറത്തുകൊണ്ടുവന്ന പത്രലേഖനായ ബി.സി. ജോജോ ആണ് ഈ ബുക്കിന്റെ രചയിതാവ്. മാറി മാറി വന്ന ഇടതു വലതു സർക്കാരുകൾ മുല്ലപ്പെരിയാർ നദീജല പ്രശ്നത്തിൽ സംസ്ഥാന താൽപര്യത്തിനെതിരായി പ്രവർത്തിച്ചുവെന്ന് സ്ഥാപിക്കുന്ന വിവരങ്ങളാണ് ബുക്കിലെ പ്രധാന ഉള്ളടക്കം. 1997 നയനാർ സർക്കാരിന്റെ കാലത്ത് അഡ്വക്കേറ്റ് ജനറലായിരുന്ന എം.കെ. ദാമോദരൻ മുല്ലപ്പെരിയാർ നദീജല പ്രശ്നത്തിൽ സംസ്ഥാന താൽപര്യത്തിനെതിരായി കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ബുക്കിൽ വെളിപ്പെടുത്തുന്നു. തമിഴ്നാടും കേരളവും തമ്മിലുള്ള കരാർ 99 വർഷത്തേക്കാണെന്നായിരുന്നു പൊതുവെ സർക്കാർ പ്രചരിപ്പിച്ചത്. എന്നാൽ കരാർ 999 വർഷത്തേക്കായിരിക്കുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം ഈ ബുക്കിന്റെ ലേഖകനായ ജോജോയുടെ വാർത്തകളിലൂടെയാണ് ആദ്യമായി പുറത്തുവരുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് പാറ ഖനനം നടത്തുന്നതിന് കരാർ നൽകിയതിനെക്കുറിച്ച് അക്കാലത്തെ ജലസേചന മന്ത്രിയായിരുന്ന ബേബി ജോണും വി.എസ്. അച്യുതാനന്ദനും തമ്മിൽ ഏറ്റുമുട്ടിയതിനെക്കുറിച്ചും സവിസ്തരം ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ വിഷയം പൊതുജന ശ്രദ്ധയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വി.എസ്. പ്രകടിപ്പിച്ച ആർജവത്തെക്കുറിച്ച് വിവിധ അധ്യായങ്ങളിൽ ജോജോ വ്യക്തമാക്കുന്നു. ബേബി ജോണിന് ശേഷം അധികാരത്തിൽ വന്ന ജലസേചന മന്ത്രിമാരായ ടി.എം. ജേക്കബ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സ്വീകരിച്ച ആത്മാർത്ഥതയില്ലായ്മയും പുസ്തകത്തിൽ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. സംസ്ഥാന താൽപര്യത്തെക്കാൾ കേരളത്തിലെ രാഷ്ട്രീയക്കാർ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനും ധനസമ്പാദനത്തിനുമാണ് ശ്രമിച്ചതെന്ന് തെളിവ് സഹിതം സമർത്ഥിക്കുന്ന ചരിത്ര ഗ്രന്ഥമാണ് ഇത്. മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ചും കരാർ ലംഘനങ്ങളെക്കുറിച്ചും മലയാളികളെ ആദ്യമായി അറിയിച്ച ജോജോ 27 വർഷം ജോലി ചെയ്ത കേരള കൗമുദി പത്രത്തിൽ നിന്നും രാജിവെച്ചൊഴിഞ്ഞതും മുല്ലപ്പെരിയാറിനെ ചൊല്ലിയായിരുന്നുവെന്ന് പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു. സൂര്യ ന്യൂസ്, തിരുവനന്തപുരം.